ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പിന്നെയും തിരിച്ചറിയിക്കുന്നു. നമ്മൾ ഇന്ന് മറ്റൊരു വീഡിയോ എത്തിക്കുന്നു. ഞാൻ വെച്ച് കുറച്ച് ഹൊറൊക്കെയാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഹൊറർ നല്ല പേടി. സത്യം ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്കാണ് ഈ മുറിയിലിരിക്കുന്നത്. ഹൊറൊക്കെ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. നല്ല പേടിയുണ്ട്. ഞാൻ ഇൻട്രോയൊക്കെ നല്ല മുടി പറയണം. പക്ഷെ എനിക്ക് എന്തോ ഒരു ഹൊറർ പറയാൻ തോന്നുന്നില്ല. അപ്പോൾ ബോണക്കാട് പലവർക്കും അറിയായിരിക്കും ബോണക്കാട് ഹൗസിനെ കുറിച്ച്. പക്ഷെ ഇപ്പോഴും അറിയില്ല പലവർക്കും എന്താണ് ബോണക്കാട് ഹൗസ്. അവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പോഴും അറിയില്ല എന്ത് ശബ്ദമാണ്. പല സമയങ്ങളിൽ മേലി പറയുകയാണെങ്കിൽ 1915 ഒരു ടീ പ്ലാന്റേഷൻ കമ്പനി ബ്രിട്ടീഷ് സോൾജർ അതൊരു വീടാണെന്നാണ് പറയുന്നത്. പുള്ളിയുടെ ഭാര്യ 2 മക്കൾക്ക് താമസിക്കാൻ വേണ്ടി പണിത വീടുമെന്നും പലവരും പറയുന്നു. അല്ലാണ്ട് വേറൊരു കഥ ഇതിനകത്തുണ്ട്. ഇതേ തന്നെ, അതായത് ഇവിടെ ഒരു ടീ പ്ലാന്റേഷൻ തുടങ്ങാൻ വേണ്ടി ഇതിൻ്റെ ഒരാൾ പണിത വീടാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ പല ആൾക്കാരും പറയുന്ന മെയിനെ കഥ പുള്ളിക്കൊരു ഭാര്യ 2 മക്കളുണ്ടായിരുന്നതാണ്. ഇത് പണിത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് താമസിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. പല ആൾക്കാരും പറയുന്നു ആദ്യം പുള്ളിയോട് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. പുള്ളിയുടെ ടീ പ്ലാന്റേഷൻ ഫാക്ടറിക്ക് വേണ്ടിയുള്ള ജോലിക്കാരെയൊക്കെ ആയിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. പിന്നീട് അതെന്തോ കാരണം കൊണ്ട് നിർത്തുകയും പുള്ളി വലിയ ഭാര്യ മക്കളും നല്ല സെറ്റിലാകുമായിരുന്നു എന്നുമായിരുന്നു നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ഇതൊക്കെ പൂർണ്ണമായും എനിക്ക് കിട്ടിയ സോഴ്സുകൾ മാത്രമാണ്. ഞാൻ നിങ്ങളടുത്ത് പറയുന്നില്ല, നമുക്ക് അപ്പോഴൊക്കെ മനസ്സിലാവും. പക്ഷെ ഇതുവരെയും കൃത്യമായി ഉറപ്പിച്ചിട്ടില്ല അത് ഭാര്യയും മക്കളും ആണോ വേറെ വല്ലവരും ആണോ. പക്ഷെ പലവരും പറയുന്നത് അങ്ങനെയാണ്. വീട്ടിൽ പറയുകയാണെങ്കിൽ ഈ ഹൗസ് ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചുറ്റിലും കാട്, മലയുടെ മണ്ടയിൽ ഒരു വീട്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ. 1950 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എത്ര വർഷമായി കാണും ഇപ്പോൾ നടന്നിട്ടല്ലേ. ആ വീട് ഭയങ്കര വില കൊണ്ടിരിക്കുകയാണ്. ചീത്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഇനി അതല്ല ഈ ഇതിൻ്റെ ഏറ്റവും വലിയൊരു മിസ്റ്ററി കാര്യം, സാധാരണ വീട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരു വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പോലും വീടിനകത്ത് എന്തെങ്കിലും ഉണ്ടാവണ്ടേ? സത്യം പറഞ്ഞാൽ ഈ വീടിനകത്ത് ഒന്നുമില്ല. അത് വീട് എംറ്റിയാണ്. അപ്പോൾ ഇത് ഇറങ്ങിപ്പോയതാണോ കള്ളന്മാരൊന്ന് അടിച്ചു മാറ്റിക്കൊണ്ടാണ് സത്യം പറഞ്ഞാൽ വീടിനകത്ത് കയറാൻ പറ്റും. കാരണം എന്തോന്നറിയില്ല ഇതുവരെയായിട്ട് എങ്ങനെയാണ്. ഗേറ്റ് പൊളിഞ്ഞിടക്കാണ്. ഇതിൻ്റെ ബോണക്കാട് ഹൗസ് എന്ന ബോർഡ് വരെ കണ്ടാൽ തന്നെ വലിയൊരു മിസ്റ്ററിയാണ്. ഇതിൻ്റെ വഴി തന്നെ ഭയങ്കര മിസ്റ്ററിയാണ്. ഇത് എങ്ങനെയാണ്, ആരാണ് കണ്ടുപിടിച്ചത്, ഏത് അവനാണ് ഈ ബുദ്ധി ഒതിച്ചതെന്നും ആർക്കും അറിയില്ല. ഇന്നും ഇതിൻ്റെ കഥ റിവീലായിട്ടില്ല. എന്തായാലും പറഞ്ഞു കേൾക്കുന്നത് അന്ന് പണ്ട് പറഞ്ഞു കേട്ടിരുന്നത് 3-4 കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം പറയാം, പല പല ശബ്ദങ്ങളും കേൾക്കുന്നു എന്ന് പറയണ്ടായിരുന്നു. പല 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 അങ്ങനത്തെ ശബ്ദങ്ങൾ കേൾക്കണമെന്ന് പറയണ്ടായിരുന്നു. പിന്നെ ഈ കൊച്ചു കുട്ടികളുടെ കളിപ്പാട്ട് ഉണ്ടാവില്ല, പാവ, ഞെക്കുന്ന പാവ, പാട്ട് പാടുന്ന പാവ, അതിൽ നിന്നും ശബ്ദം കേൾക്കുന്നു എന്നും പലവരും പറഞ്ഞിരുന്നു. അടുത്തത് പല തരത്തിലുള്ള തട്ടലും മുട്ടലും ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ മെയിനായി പറയുന്നതാണ് എപ്പോഴും അവിടെ ഒരു കാറൽ, ഒരു പെൺകുട്ടി കാറുന്ന ശബ്ദം കേട്ടിരുന്നു. മെയിൻലി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ 4ാമത്തെയാണ് കൂടുതലും പേര് കേട്ടിരിക്കുന്നത്. ഒരു ഭയങ്കരമായ ഒരു കാറൽ ശബ്ദമാണ് അവിടെ കേട്ടിരിക്കുന്നത്. എന്താണ് സത്യം പറഞ്ഞാൽ ഹൗസിനെ പോലത്തെ മിസ്റ്ററി ഇന്നും അറിയില്ല. അത് ആരുടെ ഹൗസാണ്, എന്തിനു പണിതു, ആർക്ക് വേണ്ടി പണിതു, എന്താണ് ഹൗസിന് പറ്റിയെന്ന് പലവർക്കും അറിയില്ല. ഇന്നും മിസ്റ്ററിയായി ഇപ്പോഴും ആ സ്ഥലം കിടക്കുന്നുണ്ട്. നിങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. എന്നാൽ പോലും ഞാൻ പറയാനില്ല അങ്ങോട്ട് പോകാൻ. കാരണം ഇപ്പോൾ അത് വരുംതോറും ഭയങ്കരമായ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റും, ഭയങ്കര പഴയതായിക്കൊണ്ടിരിക്കുകയാണ്. വീടൊക്കെ സത്യം പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു. ഗേറ്റ് പോലും മര്യാദക്കല്ല, പൊളിഞ്ഞ് കയർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ബോണക്കാട് ഹൗസ്. എത്ര പേർക്ക് ഇതിനെ കുറിച്ച് അറിയാമെന്ന് കമൻറ്റ് ചെയ്യുക.